നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ജനറൽ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ തകരാറിൽ. സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ രോഗികൾ. മാസങ്ങളായി എക്സ്റേ മെഷീൻ തകരാറിൽ. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ അപകടം. കദളിക്കാട് കാർ ട്രാൻസ്ഫോർമറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച രാത്രി 11:30 ഉണ്ടായ അപകടത്തിൽ തൊടുപുഴ സ്വദേശികളായ യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. ചാലിക്കടവ് പാലത്തിന് സമീപം മാലിന്യങ്ങൾ തള്ളി. ഇതര സംസ്ഥാന തൊഴിലാളിയും കടയുടമയും പിടിയിൽ. വൺ വേ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി കടയിലെ അവശിഷ്ടങ്ങളാണ് തള്ളിയത്. മദ്യലഹരിയിൽ കാറോടിച്ച യുവാവ്. സ്കൂട്ടർ യാത്രക്കാരിയെയും കാൽനട യാത്രക്കാരിയെയും ഇടിച്ചിട്ട് നിർത്താതെ പോയി. തൊടുപുഴ സ്വദേശി യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കല്ലൂർക്കാട് ടെലിഫോൺ എക്സ്ചേഞ്ച് കാട് പിടിച്ച് നശിക്കുന്നു. ക്വാർട്ടേഴ്സുകളും മറ്റ് കെട്ടിടങ്ങളുമാണ് ഇന്ന് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ തകരാറിലായതോടെ ദുരിതത്തിലായി ജനങ്ങൾ. മാസങ്ങളായി എക്സ്റേ മെഷീൻ തകരാറിലായതോടെ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ തകരാറിലായതോടെ ജനങ്ങൾ ദുരിതത്തിൽ. മാസങ്ങളായി എക്സ്റേ മെഷീൻ തകരാറിലായതോടെ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. 10 വർഷത്തോളം പഴക്കമുള്ള മെഷീൻ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാവുകയായിരുന്നു. 2021 മാത്യു കുഴൽനാടൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ മുടക്കിയാണ് എക്സ്റേ മെഷീൻ സ്ഥാപിച്ചത്. കാലപ്പഴക്കം മൂലം മെഷീൻ തകരാറിലായതോടെ പുതിയത് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എക്സ്റേ മെഷീൻ തകരാറിലാണെന്ന ബോർഡാണ് ജനറൽ ആശുപത്രിയിലെ എക്സ്റേ റൂമിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പുതിയത് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് ജനറൽ ആശുപത്രി അധികൃതരുടെ വാദം. സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ കദളിക്കാട് കാർ ട്രാൻസ്ഫോർമറിലേക്ക് ഇടിച്ചു കയറി അപകടം. ബുധനാഴ്ച രാത്രി 11:30 ഉണ്ടായ അപകടത്തിൽ തൊടുപുഴ സ്വദേശികളായ യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ കദളിക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറിയ അപകടം. തൊടുപുഴ സ്വദേശിയും ബ്ലോഗറുമായ അജയ് ഉണ്ണി ഉൾപ്പെടെ 4 സംഘം സഞ്ചരിച്ച കാറാണ് ബുധനാഴ്ച രാത്രി 11:30 കദളിക്കാട് HP പെട്രോൾ പമ്പിന് മുന്നിൽ അപകടത്തിൽപ്പെട്ടത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും തൊടുപുഴയിലേക്ക് അമിത വേഗത്തിൽ എത്തിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജയ് ഉണ്ണിയെയും മറ്റ് 3 പേരെയും നാട്ടുകാർ ചേർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരം പറഞ്ഞ കല്ലൂർക്കാട് അഗ്നിരക്ഷാ സേനയും വാഴക്കുളം പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. വ്യാഴാഴ്ച രാവിലെയോടെ KSEB എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തകർന്ന ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ചാലിക്കടവ് പാലത്തിന് സമീപം മാലിന്യങ്ങൾ തള്ളിയ ഇതര സംസ്ഥാന തൊഴിലാളിയും കടയുടമയും പിടിയിൽ. വൺ വേ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി കടയിലെ അവശിഷ്ടങ്ങളാണ് ചാലിക്കടവ് പാലത്തിന് സമീപം തള്ളിയത്. ചാലിക്കടവ് പാലത്തിന് താഴെ മാലിന്യങ്ങൾ തള്ളിയ ഇതര സംസ്ഥാന തൊഴിലാളിയെയും കടയുടമയെയും നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു. ബുധനാഴ്ച രാത്രി 11:00 മൂവാറ്റുപുഴ വൺ വേ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി കടയിലെ അവശിഷ്ടങ്ങളാണ് ചാലിക്കടവ് പാലത്തിന് സമീപം തള്ളിയത്. പച്ചക്കറി കടയിലെ തൊഴിലാളിയായ ഇതര സംസ്ഥാനക്കാരൻ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൺ വേ ജംഗ്ഷനിലെ കടയിലെ മാലിന്യമാണെന്ന് വ്യക്തമായത്. ഉടൻ തന്നെ പച്ചക്കറി കടയുടമയെയും തൊഴിലാളിയെയും നാട്ടുകാർ പോലീസിന് കൈമാറി. പ്രദേശത്ത് രാത്രികാലങ്ങളിൽ പരസ്യമായി മാലിന്യം തള്ളുന്നത് പതിവായതോടെ നാട്ടുകാർ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. മദ്യലഹരിയിൽ കാറോടിച്ച സ്കൂട്ടർ യാത്രക്കാരിയെയും കാൽനട യാത്രക്കാരിയെയും ഇടിച്ച് നിർത്താതെ പോയ യുവാവ് പോലീസ് പിടിയിൽ. ബുധനാഴ്ച വൈകിട്ട് വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ തൊടുപുഴ സ്വദേശി യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. മദ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടങ്ങൾ സൃഷ്ടിച്ച യുവാവ്. സ്കൂട്ടർ യാത്രക്കാരിയെയും കാൽനട യാത്രക്കാരിയെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ നാട്ടുകാർ തടഞ്ഞ ഡ്രൈവറെ പോലീസിന് കൈമാറി. പരിക്കേറ്റ സ്ത്രീകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് സ്കൂൾ സമയത്തായിരുന്നു യുവാവിന്റെ അഭ്യാസം. മദ്യപിച്ച് അമിത വേഗത്തിലെത്തിയ കാർ ആദ്യം മടക്കത്താനത്താണ് അപകടം സൃഷ്ടിച്ചത്. മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രികയായ സ്ത്രീയെ പിന്നിൽ നിന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. റോഡിലൂടെ ദൂരേക്ക് തെറിച്ചു വീണ യുവതി തലനാരിഴയ്ക്കാണ് വാഹനങ്ങളുടെ ചക്രങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടത്.
എന്നാൽ വാഹനം നിർത്താൻ തയ്യാറാകാതെ പിന്നിലേക്കെടുത്ത് ഇയാൾ അതിവേഗം മുന്നോട്ടു പോയി. തുടർന്ന് കദളിക്കാട് സ്കൂളിന് സമീപത്ത് മകളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ യുവതിയെ ഇടിച്ചു വീഴ്ത്തി. രണ്ടിടങ്ങളിലും അപകടം സൃഷ്ടിച്ച ശേഷം നിർത്താതെ അമിത വേഗത്തിൽ പാഞ്ഞ കാറിനെ നാട്ടുകാർ പിന്തുടരുകയായിരുന്നു. ഒടുവിൽ കാവന ജംഗ്ഷനിൽ കാർ തടഞ്ഞു. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസിന് നാട്ടുകാർ ഇയാളെ കൈമാറി. തൊടുപുഴ സ്വദേശിയായ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ ഇന്നും പ്രതിഷേധം. സ്ത്രീകളടക്കമുള്ളവർ മണ്ണെണ്ണയും പിടിച്ചാണ് പ്രതിഷേധിച്ചത്. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം തുടരുന്നു. ഷാപ്പിൽ കള്ള് അളക്കുന്നതിനായി ഉടമ എത്തിയതോടെയാണ് ഇന്നും സ്ത്രീകളടക്കമുള്ളവർ മണ്ണെണ്ണയും കയ്യിൽ പിടിച്ച് പ്രതിഷേധിച്ചത്. മാറാടി പഞ്ചായത്തിലെ 5-ാം വാർഡിലെ അവറാച്ചൻ കോളനിയിൽ കഴിഞ്ഞ 1 മാസമായി കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം 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 കള്ളുഷാപ്പ് ഇവിടെ വേണ്ട, ഇവിടെ സമാധാനം മാത്രം മതി. പ്രതിഷേധം പ്രതിഷേധം കള്ളും വേണ്ട, ഷാപ്പും വേണ്ട. പ്രതിഷേധം പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം പ്രതിഷേധം അവരാച്ചൻ കോളനി പ്രതിഷേധം. കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുവാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് ഉടമ സ്ഥലത്തെത്തിയത്. ജനവാസ മേഖലയിൽ ഷാപ്പ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനപ്രതിനിധികളും സ്ത്രീകളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി ഇന്നും രംഗത്തെത്തി. പ്രദേശത്തെ സമാധാനപരമായ അന്തരീക്ഷം കള്ളുഷാപ്പ് വരുന്നതോടെ തകരുമെന്നതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തിയ പ്രതിഷേധക്കാരും ഷാപ്പ് ഉടമയുമായി ചർച്ച നടത്തി. സഹായം തുറക്കുന്നതല്ല, ഇവർക്ക് പ്രൊട്ടക്ഷനായിട്ട് നമ്മളോട് കൊടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. നിങ്ങൾ വെച്ച അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു, ഇവരുടെ അഡ്വക്കേറ്റും കോടതിയിൽ വാദം പ്രതിവാദവും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഉത്തരവ് കോടതി വെച്ചത്. ആ കോടതി ഉത്തരവ് നടപ്പിലാക്കാവുന്നവരാണ് നമ്മൾ. അപ്പോൾ നിങ്ങളെ ആരും ബലമായിട്ട് നീക്കാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളായിട്ട് നിന്നാൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഒരു കേസ് എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ കുടിയേർത്തത്. പക്ഷേ കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ പിന്നെ നമുക്ക് കോടതി ഉത്തരവ്, ഞങ്ങൾ നിയമം പാലിക്കേണ്ടവരാണ്. നിയമപരമായിട്ടുള്ള കോടതി പറയുന്ന ഉത്തരവ് അനുസരിക്കേണ്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ? സാറേ, പാരിയത്തുകാവിൽ സുപ്രീം കോടതി ഓർഡർ ഉണ്ടായിരുന്നു. 15 പ്രാവശ്യം ഒഴിപ്പിക്കാനായിട്ട് ഇവിടെ വന്നു. ജനങ്ങൾ പ്രതിരോധിച്ചു നടന്നില്ല. മാറാടി പഞ്ചായത്തും ജനപ്രതിനിധികളും പ്രതിഷേധക്കാർക്കൊപ്പമുണ്ടെന്നും തുടർ സമര പരിപാടികൾക്കായി പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടത്തുമെന്നും ഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ ശക്തമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി പറഞ്ഞു. അവറാച്ചൻ കോളനിയിൽ കഴിഞ്ഞ 1 മാസക്കാലമായി ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കള്ളുഷാപ്പിനെതിരെ, ആരംഭിക്കാൻ ശ്രമിക്കുന്ന കള്ളുഷാപ്പിനെതിരെ സമരത്തിലാണ്. ഈ 1 മാസക്കാലത്തെ സമരം എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കൂലിവേല ചെയ്താണ് അവരവരുടെ കുടുംബം പുലർത്തി മുന്നോട്ട് പോകുന്നത്. ആ കൂലിവേലയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീട്ടിലെ വരുമാനത്തിന് ബുദ്ധിമുട്ട് ഉള്ള തരത്തിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഈ നാട്ടിലെ ക്രമസമാധാന തകർച്ചയും അതുപോലെ ഈ നാട്ടിൽ മദ്യപാനികളുടെ അഴിഞ്ഞാട്ടവുമെല്ലാം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ള ഈ കള്ളുഷാപ്പിനെതിരെ സമരവുമായി ഈ പ്രദേശത്തെ ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും മാറാടി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് ഈ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാൻഡി എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മാറാടി ഗ്രാമപഞ്ചായത്തിൽ 11 മണിക്ക് സർവകക്ഷി യോഗം ചേരുകയും ഭാവി സമരപരിപാടികൾ ഏത് രീതിയിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ അക്കാര്യത്തിൽ നടത്തുകയും ചെയ്യും. തീർച്ചയായും ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന് നല്ലൊരു മുന്നേറ്റം നടത്തി ഈ ഷാപ്പ് ഈ അവറാച്ചൻ കോളനിയിൽ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. കോടതി വിധി നടപ്പിലാക്കാനെത്തിയ പോലീസിനെ തടഞ്ഞ പ്രതിഷേധക്കാരിൽ കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ അറിയിച്ചു. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കോതമംഗലത്ത് അജ്ഞാത വാഹനം ഇടിച്ച് വയോധിക മരിച്ചു. നെല്ലിക്കുഴി ഇളമ്പ്ര സ്വദേശി കാർത്തികയാണ് മരിച്ചത്. ഇടിച്ച വാഹനം നിർത്താതെ പോയതായി പരാതി.
കോതമംഗലത്ത് അജ്ഞാത വാഹനം ഇടിച്ച് വയോധിക മരിച്ചു. നെല്ലിക്കുഴി, ഇളമ്പ്ര, പുലിക്കുന്നത്തുകുടി കാർത്തിക കുടുംബനാണ് അപകടത്തിൽ മരിച്ചത്. തങ്കളം കാക്കനാട് നാലുവരി പാതയിൽ വ്യാഴാഴ്ച 11:30 അപകടമുണ്ടായത്. ഇടിച്ച വാഹനം നിർത്താതെ പോവുകയായിരുന്നു. വയോധികയുടെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കല്ലൂർക്കാട് ടെലിഫോൺ എക്സ്ചേഞ്ച് കാട് പിടിച്ച് നശിക്കുന്നു. ഒരു കാലത്ത് പ്രവർത്തന സജ്ജമായിരുന്ന ക്വാർട്ടേഴ്സുകളും മറ്റ് കെട്ടിടങ്ങളുമാണ് ഇന്ന് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കല്ലൂർക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ടെലിഫോൺ എക്സ്ചേഞ്ച് വളപ്പും കെട്ടിടങ്ങളും കാട് പിടിച്ച് നശിക്കുന്ന നിലയിൽ. ഒരു കാലത്ത് പ്രവർത്തന സജ്ജമായിരുന്ന ക്വാർട്ടേഴ്സുകളും മറ്റ് കെട്ടിടങ്ങളും ഇന്ന് ആർക്കും പ്രയോജനമില്ലാതെ കാടിനുള്ളിൽ മറഞ്ഞുകിടക്കുകയാണ്. ഇതോടെ പ്രദേശം ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലും വിവിധ സ്ഥാപനങ്ങളിലുമുള്ള കാടുവെട്ട് പുരോഗമിക്കുമ്പോഴും ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരം ഇതിൽ നിന്ന് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കാട് വെട്ടി ശുചീകരണവും ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങളും നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കെട്ടിടങ്ങൾ ഉപയോഗ്യമാക്കുകയാണെങ്കിൽ കല്ലൂർക്കാട് പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പൊതുസേവന സ്ഥാപനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി ഇവിടെ പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. MCS Hospital, we take care of your health. മൂവാറ്റുപുഴ നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനും നഗരവികസനം ത്വരിതപ്പെടുത്തുന്നതിനുമായി 2 പുതിയ ബൈപ്പാസ് റോഡ് നിർദ്ദേശങ്ങൾ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടിന് സമർപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ പ്രമോദ് കുമാർ. നിർമ്മല കോളേജ് ജംഗ്ഷൻ മുതൽ കടാതി വരെയും 130 ജംഗ്ഷൻ മുതൽ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുമുള്ള ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കാനും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുഗമമായി പ്രവേശിക്കാനും സഹായിക്കുന്ന ഇന്നർ റിംഗ് റോഡ് പദ്ധതിയുടെ പൂർത്തീകരണ ലക്ഷ്യത്തോടെയാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുൻപ് വിഭാവനം ചെയ്തിരുന്ന കിഴക്കേക്കര ബൈപ്പാസ് നിർമ്മാണത്തിലെ തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള പുതിയ രൂപരേഖയാണിത്. കാലാമ്പൂർ അഞ്ചൽപ്പെട്ടി പയ്യപ്പിള്ളി റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ നായർ നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ അംബിക, മഞ്ഞപ്ര ഐക്യര കുടുംബാംഗം. മക്കൾ സ്വപ്ന, സുമേഷ്, പ്രശാന്ത്. മരുമക്കൾ സുരേഷ്, സബിത, രാജലക്ഷ്മി. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.